മനുഷ്യരെന്ന് പറയുന്നത് അവരും മൃഗങ്ങൾ തന്നെയാണ്. ആ ഒരു മൃഗങ്ങളുടെ തലച്ചോറ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അമേരിക്ക അതുപോലത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലായിട്ട് ലിങ്ക്ഡ് ആണ്. ഓക്കെ, അതൊരു ട്രാപ്പ് തന്നെ ആയിരുന്നു. അതായത് നമ്മുടെ സമൂഹത്തിനെ നമ്മുടെ ഈ പൈതൃകമായുള്ള എല്ലാ സിറ്റുവേഷനും ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ഒരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. വേറൊന്നുമല്ല, നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി. പക്ഷെ ആ ഇല്ലാതാക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെ അവരുടെ ഡെയിലി റൊട്ടീനായിട്ട് മാറി. വേറൊന്നുമല്ല, LKG മുതൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് വെറും ശുദ്ധ പണ്ടത്തരങ്ങൾ. അതായത് വെറുതെ ഒരു തൊഴിലാളി, ഒരു ജോലിക്കാരൻ, ഒരു സ്ലേവ് ആവാൻ വേണ്ടിയിട്ടുള്ള തിയറമാണ് ഇവിടെ LKG ഒരു 4 വയസ്സ് മുതൽ അവന് 20-22 വയസ്സ് വരെ അവൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഫൂളിഷ്നെസ്. അതോടൊപ്പം തന്നെ നമുക്കൊരു അസുഖം വന്നു, അസുഖം വരുന്നത് അവര് തന്നെ. അപ്പൊ അസുഖം വന്നു നമ്മുടെ ബോഡിക്ക്, നമ്മളെല്ലാം ആനിമൽസ് ആണ്, ഈ ബോഡിക്ക് ഹീലിംഗ് പവർ ഉണ്ട്. പക്ഷെ ആ ഹീലിംഗ് പവറോ അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഇതൊന്നും നമ്മുടെ അലോപ്പതി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചില്ല. അവരെന്താണ് കുറെ കെമിക്കൽസ് കഴിക്കും. പക്ഷേ ഈ തരുന്ന ആൾക്കാരും നമ്മളെ ഭൂമി ഇല്ലാതാക്കി, മനുഷ്യർ ഇല്ലാതാക്കി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഈ ശരീരത്തിന് ഒരു ബിസിനസ് ഐറ്റമായിട്ട് കണ്ട് ഇതിൽ നിന്ന് പണം കൊയ്യാനുള്ള ആൾക്കാരാണ് ഹോസ്പിറ്റലുകാർ എല്ലാവരും. ഓക്കെ, പിന്നെ അവര് വിൽക്കുന്ന മെയിൻ സാധനം വേറൊന്നുമല്ല, പേടി, ഭയം, ഫിയർ. ആ ഒരു ഫിയർ ആണ് ഇവരുടെ ടൂള്. പക്ഷെ ആ ഒരു ഫിയർ എന്നുള്ള രീതി അവരും ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വേണ്ടി വരും. കാരണമല്ല, അവർ സമ്പാദിച്ച എല്ലാവിധ കോടിക്കണക്കിന് സ്വത്തുക്കളും എല്ലാവിധ ഹോസ്പിറ്റൽ ഓണേഴ്സിനും കൂടിയാണ് പറയുന്നത്. നിങ്ങൾ സമ്പാദിച്ച എല്ലാവിധ സ്വത്തുക്കളും അവർ തന്നെ കൊണ്ടുപോകും. ഓക്കെ, കാരണം അത് തന്നെയാണ് ബാങ്കേഴ്സിന്റെ ഏറ്റവും പ്രൈമറി കാര്യം. ഓക്കെ, അപ്പൊ ഇതിനെതിരെ എന്തിനേരെ വരുന്ന ആൾക്കാരെല്ലാം ഒന്ന് ചിന്തിക്കണം. വേറൊന്നുമല്ല, ഒരു ദിവസം പെട്ടെന്ന് കരണ്ട് പോകുന്നു, അതോടൊപ്പം ഫോണിന്റെ ടച്ചും കാര്യമൊന്നും വർക്ക് ആവുന്നില്ല. ഇത് ഉൾപ്പെടെ, അതായത് കരണ്ടും ഈ പറയുന്ന ഇന്റർനെറ്റും എല്ലാം കട്ടാവുന്നത് ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിന് കംപ്ലീറ്റ് ആയിരിക്കും. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ, അതോടൊപ്പം എല്ലാവിധ ബാങ്കും ഇവരുടെ എല്ലാവരുടെയും ഇന്റർനെറ്റും കാര്യമൊന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഓക്കെ, പണം ഒരുപാടുണ്ട്, 500, 1000, 10,000 കോടി നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. പക്ഷെ ആ ഒരു പണം അവർ കൊണ്ടുപോകും. അപ്പൊ അത് തന്നെയാണ് ബാങ്ക് അറസ്റ്റ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്തി പറയാൻ പറ്റുമെങ്കിൽ റിലാക്സ് ഹൗസിനെതിരെ വരാം, യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡത്തിനെതിരെയും വരാം. അല്ലെങ്കിൽ നിങ്ങളും ഞങ്ങളൊപ്പം തന്നെ നിൽക്കണം. കാരണം നിങ്ങളും ആ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, പണം കുറെ പ്രമിച്ച് അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകില്ല. അപ്പോൾ റിലാക്സ് ഫോർസ് ചെയ്യാൻ പോകുന്ന വേറൊന്നുമല്ല, ഞങ്ങൾ സ്വന്തമാക്കുന്ന ആ ഒരു ഫ്ലാറ്റ്, ആ ഒരു വീട്ടുകാർ, ആ ഒരു നാട്ടുകാർ, ഇവരെല്ലാവരും ഞങ്ങൾ നേച്ചറിലേക്ക് ബ്ലെൻഡ് ചെയ്യിപ്പിക്കും. അപ്പൊ നേച്ചറായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ വേറൊന്നുമല്ല, ഈ ശരീരത്തിൽ യാതൊരു അസുഖം വരില്ല. അതോടൊപ്പം തന്നെ ഫോണ്, അല്ലെ, ആ ഒരു ഫോൺ മതി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇല്ലാതാക്കാൻ. അതൊന്നും നമുക്ക് അറിയില്ല. പിന്നെ അല്ലെ ഓണം ഓഫർ, മെഗാ ഓഫർ എന്നൊക്കെ പറഞ്ഞ് ടി വി പരസ്യം. പക്ഷെ ഇതെല്ലാം ഒരു ബയോളജിക്കൽ വാറിന് ഏറ്റവും പ്രൈമറി കാര്യമാണ്. ഓക്കെ, റേഡിയേഷനും കാര്യങ്ങളെല്ലാം. അതോടൊപ്പം അല്ലെ കണ്ണട വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാ കുഞ്ഞുങ്ങൾക്കും. ഇപ്പൊ നോക്കിയിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും കണ്ണടയാ. നാളെ ചെവി പോകും, അവരുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെക്ടിഫൈ ചെയ്യണമെങ്കിൽ റിലാക്സ് ഫോറസ്റ്റ് നിങ്ങളുടെ അടുത്ത് വന്നേ തീരും.